ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? അപ്പൊ നല്ലൊരു നമ്മളെ നെയ്മീന്റെ തല കറി വെച്ചാലോ? ഇതാകാം നല്ല തലയാണ് കേട്ടോ. അപ്പൊ നമ്മള് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കട്ടോ. ചട്ടി വെച്ച് എണ്ണ ചൂടായി, വെളിച്ചെണ്ണ വേണ്ടത് കേട്ടോ. അതിലേക്ക് നമ്മള് ഉലുവ ഇട്ട് കൊടുത്തു. അപ്പൊ അത് പൊട്ടി വരുമ്പോ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കരിവേപ്പിന്റെ ഇല ഇട്ട് കൊടുക്കാം. കരിവേപ്പിന്റെ ഇല ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല ഒന്ന് മൂത്ത് വരണം. നന്നായിട്ട് മൂക്കണം കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി ഇടാം. അപ്പൊ എനിക്ക് 2 ദിവസം 3 ദിവസം കറി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഉള്ളി ഒന്നും ഉപയോഗിക്കാത്ത. ഉള്ളി തക്കാളി ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം ചേർക്കാം. നന്നായിട്ട് പച്ചമുളക് എല്ലാം ഇങ്ങനെ നന്നായിട്ട് അതിന് മൂത്ത് വരണം. നന്നായി മൂത്തിട്ടുണ്ട്. തീ കുറച്ച് വെക്കാം. നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടു. ആദ്യം ചോദിച്ചു ചട്ടി എവിടുന്ന വാങ്ങിയത്? ഞാന് ചട്ടി സഫാരിന്നും നമ്മളെ ഇന്ത്യ സൂപ്പർ മാർക്കറ്റിൽ നിന്നാ വാങ്ങിയത് കേട്ടോ. അപ്പൊ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മൂത്ത് വരട്ടെ. നല്ല കളറ് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മള് മുളകും പൊടി, നല്ല എരിവുള്ള മുളകും പൊടിയാണ് കേട്ടോ. ഞാന് 2 സ്പൂണ് നിറയെ ഇടുന്നുള്ളൂ. നല്ല എരിവുണ്ട്. സ്പൂണല്ല. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടി. തല ആയതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇടണം കേട്ടോ. ഞാൻ മീൻ കറിയിൽ മല്ലിപ്പൊടി ഇടാറില്ല. പക്ഷെ തലയിലാവുമ്പോ കുറച്ച് മല്ലിപ്പൊടി ഇടണം. 1 സ്പൂണ് മല്ലിപ്പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടി അത്ര മതി കേട്ടോ. നാട്ടിൽ നിന്ന് കൊടുക്കണം മല്ലിപ്പൊടി. കരിയപ്പല്ലാതെ തുള്ളിപ്പൊടി. ഇനി ഇതിലേക്ക് നമ്മള് ഇങ്ങനെ നന്നായിട്ട് മൂത്ത് വരണം. ഇതിലേക്ക് നമ്മള് പുളിവെള്ളം നന്നായിട്ട് ഈ പുളിവെള്ളത്തില് ഈ മുളകെല്ലാം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഞാന് കൊടംപുളിയാണ് ഇടുന്നത്. കൊടംപുളി ഇട്ടത് കേട്ടോ. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് വെക്കാം. ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ടിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി 1 കപ്പ് വെള്ളം, 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിന്. ഇനി നന്നായിട്ട് തടക്കട്ടെ. എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കണം. ഇപ്പൊ പുളിയെല്ലാം നന്നായിട്ട് ഇറങ്ങും. നല്ല സ്മെല്ല. വെളിച്ചെണ്ണ എല്ലാം ആയതുകൊണ്ട് നല്ല സ്മെല്ല വരും. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമ്മുടെ മീൻ കറി എന്തായി? കറി തിളച്ചാൽ നോക്കുക. നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് തളിച്ച മുളകും മല്ലി എല്ലാം ആയി കിടന്ന് ഈ പുളിയില് ഇറങ്ങണം കേട്ടോ. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇത് നല്ല നെയ്മീന്റെ തലയാണ് കേട്ടോ. ഇത് ഞങ്ങൾ അന്ന് കപ്പ വെച്ചപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയാണ്. എല്ലാരും ചോദിച്ചു താത്ത വിടുന്ന മീൻ വാങ്ങലെന്ന്. ഞാന്
നമ്മൾ എവിടെയാണോ പോണ അവിടെ നല്ല മീനുണ്ടെങ്കിൽ വാങ്ങും കേട്ടോ. സഫാരിന്ന് വാങ്ങല് കുറവാണ്. ഞാനിവിടെ എന്താണ് വലുതന അവിടുന്ന് വാങ്ങും. പിന്നെ ഒരു ചെറിയ കട ഉണ്ട് കേട്ടോ, അവിടുന്നാണ് കൂടുതൽ വാങ്ങുക. അവിടെ നല്ല മീനായിരിക്കും. നമ്മള് മീനെല്ലാം ഇട്ട് കൊടുത്ത് തലെല്ലാം വാങ്ങണമെങ്കിൽ ഇവിടെ തന്നെ പോണം കേട്ടോ. നല്ല തല കിട്ടും. അപ്പൊ അറിയാ ഖത്തറിലുള്ളവർക്ക് എന്താണ് വലുതിനെ അല്ലേ, ഹൈപ്പർ മാർക്കറ്റ് വലുതിനെയാണോ അവിടെ പോണം. അവിടെ നല്ല മീനുണ്ട് കേട്ടോ, ഇഷ്ടമായി മീനുണ്ട്, നല്ല തലി. അവര് മോശമാണെങ്കിൽ ഇത് എടുക്കണ്ടെന്ന് തന്നെ നമ്മളോട് പറയും കേട്ടോ. അത് നമ്മളോട് മാത്രല്ല പോലെ എല്ലാരോടും ഇത് കുറച്ച് മോശം എടുക്കണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. നല്ല ആൾക്കാരാ, നല്ല മീനെ നമുക്ക് തരുള്ളൂ. അപ്പൊ നമ്മക്ക് അറിയില്ല ഇത് നല്ലതാണോ, അപ്പൊ നമ്മക്ക് അറിയില്ല നല്ല മീനാണോ ഇത് ചീത്ത മീനാണോ എന്നൊന്നും അറിയില്ലല്ലോ. അവര് കറക്റ്റ് പറഞ്ഞുതരും. അപ്പൊ നമ്മളൊരു മീൻ എടുക്കാൻ നിൽക്കുമ്പോ അതിപ്പോ ഒരു മോശമാണ് പറയുന്നത്, അത് കൊണ്ടുപോകണ്ടെന്ന് പറയും. നമ്മളോട് നല്ല എല്ലാവരോടും അത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നത് നല്ല മീൻ തന്നെയാണ്. ഇപ്പൊ ഞാൻ പോയിട്ട് മീന് മാന്തള് വാങ്ങി, അയില വാങ്ങി, ഞണ്ട് വാങ്ങി, തല വാങ്ങി, 2 സൈസ് തല എല്ലാം വാങ്ങി. നല്ല മീനാ, ഇല്ല തല നല്ലതുണ്ടായിരുന്നു. അന്ന് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോഴേ കഴിഞ്ഞു. ഞാനും ചേച്ചി വേറെ 2 ഫ്രണ്ടും ഉണ്ടായിരുന്നു. അന്ന് കപ്പി ഞങ്ങള് മീൻ തലെല്ലാം വെച്ച് അത് ഒറ്റയടിക്ക് തീർന്നു. അതിന്റെ 4 കഷ്ണം ഞാൻ അന്ന് എടുത്തു വെച്ച മീനാണ് കേട്ടോ. ഞാൻ അധികം അവിടെ പോയിട്ട് മീൻ വാങ്ങാം. തന്നെ അതല്ലേ നമ്മളെ പഴയ മീൻ മാർക്കറ്റിന്റെ എടുത്തു പോയ മീൻ മച്ചി മാർക്കറ്റ്, പിന്നെ മീൻ മാർക്കറ്റ് അല്ലേ ഇല്ലേ, അവിടെയുള്ള അവിടുന്നാണ് ഞാൻ മീൻ വാങ്ങുന്നത്. അപ്പൊ തലയെല്ലാം കിട്ടണമെങ്കിൽ നല്ല നെയ്മിന്റെ തലി, അമൂറിന്റെ തലി, ഐക്കൂറിന്റെ തലി എല്ലാം കിട്ടണമെങ്കിൽ നല്ല തല കിട്ടണമെങ്കിൽ അവിടെ തന്നെ പോകണം കേട്ടോ. നല്ല തല ഉണ്ടാവില്ല. കപ്പലിട്ട് വെക്കണമെങ്കിൽ കപ്പയും മീൻതലെല്ലാം വെക്കണമെങ്കിൽ അവിടെ തന്നെ പോയി വാങ്ങിക്കോളും. നല്ല നമ്മളെ മീൻതല ഉണ്ടാവും. ഇത് ചെറിയ തീയിലിട്ടിട്ട് വേവിക്കണം കേട്ടോ. അപ്പൊ ഇത് കുറച്ച് ഓവറായിട്ട് വേവിക്കണം, എന്നാലാണ് നല്ല കഷ്ണം എല്ലാം. ചെറിയ തീയില് ഓവർ തീ എടുക്കരുത്. എന്നിട്ട് ഇങ്ങനെ ചെറിയ തീയിലിങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വന്നാല് നല്ല ഈ നമ്മളീ മുളകും പുളിയെല്ലാ കഷ്ണത്തില് നല്ല സ്മെല്ലാ. അപ്പൊ തന്നെ എന്റെ വായില് വെള്ളം വരുന്നുണ്ട്. ഇത് എന്താക്കണം, നന്നായിട്ട് ഇത് വേവണം, എന്നാല് ഏത് തലക്കറിയും രസം ഉണ്ടാവുള്ളൂ കേട്ടാ. നമ്മളിങ്ങനെ കുടിക്കുമ്പോ അങ്ങനെ ഇതായി വരണം. നല്ല കൊടംപുളിയെല്ലാം ഇട്ട് കണ്ട അതേപോലെ ഒന്ന് ഇപ്പൊ 2-3 ദിവസം 4 ദിവസം എല്ലാം ഉണ്ടാക്കുന്നവര് ഇങ്ങനെ ഉണ്ടാക്കിക്കൂടി. വെറും ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും കരിയേപ്പും മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചോളൂ. നിങ്ങൾക്ക് 3 ദിവസം 4 ദിവസം 5 ദിവസം ആണെങ്കിലും കറി ഒന്നും ആവാതെ നിൽക്കും. അപ്പൊ ഇത് ചെറിയ തീയില് നന്നായിട്ട് വെന്ത് വരാം. നമ്മളെ കറി എന്തായി നോക്കാം. കറിയുടെ കഥ നന്നായി ആവശ്യത്തിന് വെള്ളമില്ലായി ഇതേപോലെ നന്നായിട്ട് വേവണം കേട്ടോ. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഉപ്പെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതേപോലെ ഇടയ്ക്ക് ഉപ്പെല്ലാം നോക്കി ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇനി നമ്മളിത് ഓഫാക്കാൻ പോവാണ്. ഓഫാക്കിയിട്ട് മാത്രം നമ്മള് കരിയും കുറച്ചിട്ട് കൊടുക്കുക. അതേപോലെ വെളിച്ചെണ്ണ, ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോ ആറത്തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ തണുപ്പായോണ്ട് ഞാൻ ഇതിൽ ഒഴിച്ച് വെക്കലാണ്. അപ്പൊ നമുക്ക് എടുക്കാൻ സുഖമല്ലേ. വെളിച്ചെണ്ണ ഇതാക്കി ഇനിയിപ്പോ ഈ ചട്ടിയില് ഓഫാക്കിയിട്ടും കണ്ടോ, ചട്ടി ആയോടാണ് തിളച്ചിങ്ങോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ തിളച്ചിങ്ങനെ എണ്ണ എല്ലാം നല്ല തെളിഞ്ഞ് വരും. പിന്നെ നമ്മള് കറി കണ്ടല്ലോ. പിന്നെ ഞാൻ മൂടി വെക്കുന്ന ഓഫാക്കി കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മള് നല്ല ടേസ്റ്റിയായ തലക്കറി. ഇത് കപ്പന്റെ കൂടെ ചോറിന്റെ കൂടെ എല്ലാം കഴിക്കട്ടോ. അപ്പൊ കണ്ടല്ലോ മീൻകറി സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ 2 ദിവസം 3 ദിവസം എല്ലാം ഉണ്ടാക്കി വെക്കുന്നവര് തക്കാളി ഇടേണ്ട ആവശ്യമില്ല, ഉള്ളി ഇടേണ്ട ഒന്നുമില്ല. ആകെ വെളുത്തുള്ളി, ഇഞ്ചും പച്ചമുളകും കരിവേപ്പും
മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് 3 ദിവസം 4 ദിവസം 5 ദിവസം പുറത്ത് വെച്ചാൽ ഈ കറി ഒന്നും ആവൂല. കുടംപുളി ഇട്ട് നന്നായിട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പൊ തലക്കറി എല്ലാം എനിക്ക് തോന്നുന്നു കപ്പ തന്നെയാണ് ഭയങ്കര ടേസ്റ്റ് ഇട്ട്. ആ കപ്പ നല്ല വെന്ത് വറവിട്ടിട്ട് അതിലിങ്ങനെ ഇത് ഒഴിച്ചിട്ട് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പൊ താത്താന്റെ മീൻകറി ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ അറിയിക്കുക എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ താത്താന്റെ ഈ കറി ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത്, ഞാനത് പറയലില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾ പ്ലീസ് ഒന്ന് ബെല്ലൈക്കനും കൂടി അമർത്താൻ മറക്കരുത്. അങ്ങനെ ആകുമ്പോഴാണ് പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും എത്തുള്ളൂ, ഞാൻ ഇടുന്ന വീഡിയോ. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യണം. ഇതിപ്പോൾ പിന്നെ കുറവാണ്, പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.